പ്രിയ കൂട്ടുകാരെ, 2014 റിപ്പബ്ലിക് ദിനത്തിനോട് അനുബന്ധിച്ച് ദ സ്റ്റാർസ് ഓഫ് കേരളയിൽ നടന്ന പ്രോഗ്രാമുകൾ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്നു. നമസ്കാരം. ദ സ്റ്റാർസ് ഓഫ് കേരളയിലെ പ്രധാന വാർത്തകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ബൻഹർ ദുബൈ. ദ സ്റ്റാർസ് ഓഫ് കേരളയിലെ ജനുവരി 26 റിപ്പബ്ലിക് ദിന പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാ പരിപാടികൾക്കും ജനങ്ങളിൽ നിന്നും നല്ല സ്വീകരണം. സ്റ്റാർസ് ഓഫ് കേരളയിലെ പ്രമുഖ വ്യക്തികളുടെ സ്റ്റാറ്റസ് മെസ്സേജ് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാറ്റസ് മെസ്സേജിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പലരും ഒഴിഞ്ഞു മാറുന്നു. സംഭവത്തിന്റെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സ്റ്റാർസിൽ ഒരു വിഭാഗം കുത്തിയിരിപ്പ് സമരം തുടരുന്നു. കാലം ജീവൻ മാത്രം ബാക്കി വെച്ച് തിരിച്ചറിയാത്ത വിധം ചുളിഞ്ഞു പോയ ജീവിതങ്ങൾക്ക് നാം ചാർത്തിക്കൊടുക്കുന്ന ഓമനപ്പേരാണ് വൃദ്ധർ. ഹസീൻ 96ന്റെ കവിതകൾ റൂമുകളിൽ പുരോഗമിക്കുന്നു. 3-4 വരികളിൽ കവിത ചുരുക്കുന്നു എന്ന പരാതിയും പ്രതിഷേധ റാലിയും. പ്രതിഷേധക്കാർ മാ നിഷാദ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നു. കുറഞ്ഞ വരികളിൽ ലോകം വരച്ചു കാട്ടുന്നു എന്ന് ഹസീൻ 96ഉം. ഈ നിലക്ക് പോയാൽ ജനങ്ങൾ നടുറോട്ടിൽ ഹസിയെ വരച്ചു ഒട്ടിക്കുമെന്നും നാട്ടുകാർ. ലങ്കി മറിച്ചിട്ടും രാജാത്തിയെ വിളിച്ചും വെസൽ സംഗീത പ്രയാണം തുടരുന്നു. പാട്ടുകളിലെ ഫീമെയിൽസ് പേരുകൾക്ക് മാറ്റം വരുത്തി സാജിദ എന്ന പേര് ഒരുപാട് വട്ടം മോളിയിട്ട് പാടുന്നു. സ്ഥിരം റൂമിൽ വരുന്ന മറ്റു കിളികൾ പരാതിയുമായി കളക്ടറേറ്റിലേക്ക്. ഞങ്ങളുടെ പേര് വിളിച്ചു പാടുന്നില്ല എന്ന പരാതിയും. റൂമിൽ അനങ്ങാതിരുന്നിരുന്ന മാസ്റ്റർ മൈൻഡിന്റെ തലക്കടിച്ച് കേസ് വാദിച്ചിരുന്ന വക്കീൽ അഡ്വക്കേറ്റ് യുവർജയ്ക്ക് കാലുമാറി പ്രതിഭാഗത്ത് ചേർന്നിരിക്കുന്നു. കാലുമാറിയത് പറഞ്ഞ ഫീസ് മാസ്റ്റർ മൈൻഡ് കൊടുത്തില്ലെന്ന പരാതി. ചിപ്ചാറ്റിനെ ജാമ്യത്തിലിറക്കാൻ യുവർജയ്ക്ക് മുന്നോട്ട്. ജാമ്യം കിട്ടി പുറത്തു വന്നാൽ രണ്ടിനെയും കൊല്ലുമെന്ന് മാസ്റ്റർ മൈൻഡിന്റെ ഭീഷണി. ഭീഷണിയെ തുടർന്ന് മാസ്റ്റർ മൈൻഡ് ഒളിവിൽ. NG സിംഗേഴ്സ് ബ്ലാക്ക് എനർജി മുത്തുമണി തൊണ്ടപൊട്ടിപ്പാട്ട് പാടുന്നു. എത്ര പാടിയിട്ടും കിളികളെ കിട്ടാനില്ലെന്ന് പരാതി. അങ്ങോട്ട് PM കൊടുത്ത് കിളികളെ വേണ്ട എന്ന് 3 പേരും. വെറുതെ തൊണ്ടപൊട്ട് പാട്ടിപ്പാടിയാൽ പോരാ, കിളികളോട് PM എരന്ന് ചോദിക്കണമെന്ന് കുപ്പിപ്പാട്ടിയുടെ മറുപടി. കളർ ഐഡിയാക്കിയതിനെ തുടർന്ന് മനോജ് കാലിക്കറ്റ് റൂമുകളിൽ പാട്ടുകൾ അവസാനിപ്പിക്കുന്നു. റൂമിൽ വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാനില്ലെന്ന് മനോജിന്റെ പരാതി. പ്രൈവറ്റ് റൂമിൽ പോയിരുന്ന മനോജ് കാലിക്കറ്റ് കിളികൾക്ക് പാട്ട് പാടിക്കൊടുക്കുന്നു എന്ന് കള്ളൻ പവിത്രനും NG സിംഗേഴ്സും ഒരേ സ്വരത്തിൽ. സ്പോർട്സ് വാർത്തയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഖില കേരള ചാക്കുചാട്ടം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് സുമിത ചാക്കുമായി കടന്നുകളഞ്ഞു. ചാക്ക് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ സുമിതയുടെ കോച്ചായ മൈലാഞ്ചിയുടെ കൈകളുണ്ടെന്ന് ചാമ്പ്യൻഷിപ്പ് മെമ്പർമാർ. വീട്ടിൽ വെണ്ണീർ ഇട്ടുവെക്കാനാണ് ചാക്ക് തിരിച്ചു കൊടുക്കേണ്ട എന്ന് പറഞ്ഞതെന്ന് മൈലാഞ്ചി 1, 2, 3. വാർത്തകൾ വിശദമായി. ദ സ്റ്റാർസ് ഓഫ് കേരളയിലെ ജനുവരി 26 റിപ്പബ്ലിക് ദിന പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പരിപാടികൾക്കും ജനങ്ങളിൽ നിന്നും നല്ല സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിന്റെ സംഘാടകനായ ബസാൽ നമ്മളോട് അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മിസ്റ്റർ ബസാൽ, ഞാൻ പറയുന്നത് കേൾക്കാമോ മിസ്റ്റർ ബസാൽ? ഹലോ, കേൾക്കാം മിസ്റ്റർ ബെൻഗുൺ, എനിക്ക് കേൾക്കുന്നുണ്ട്. താങ്കളുടെ സർവശുദ്ധമായ നല്ല ശബ്ദം എനിക്ക് കേൾക്കാറുണ്ട്. ഇന്നിവിടെ ശാസ്ത്രജ്ഞ നടക്കുന്ന റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിരുന്ന പരിപാടികൾ വളരെ നല്ല രീതിയിലാണ് എല്ലാവരുടെ കാര്യങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ 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 നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു സംരംഭം തന്നെയാണെന്നാണ് എല്ലാവരുടെയും നല്ല അഭിപ്രായം. ഇനിയും ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെ എല്ലാവരും നമ്മളോട് വളരെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് എന്റെ ഇതിൽ പങ്കെടുത്ത എല്ലാ എന്റെ സുഹൃത്തുക്കൾക്കും ആർദ്രമായ ഒരു സ്വാഗതവും ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്.
വളരെയധികം നന്ദി മിസ്റ്റർ ബസാൽ, വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് ഇത്രയും വിവരങ്ങൾ ന്യൂസ് അവറുമായി പങ്കുവച്ചതിൽ. ദ സ്റ്റാർസ് ഓഫ് കേരളയിലെ പ്രമുഖ വ്യക്തികളുടെ സ്റ്റാറ്റസ് മെസ്സേജ് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാറ്റസ് മെസ്സേജിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പലരും ഒഴിഞ്ഞു മാറുന്നു. സംഭവത്തിന്റെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സ്റ്റാർസിൽ ഒരു വിഭാഗം കുത്തിയിരിപ്പ് സമരം തുടരുന്നു. എന്തുതരം സ്റ്റാറ്റസ് മെസ്സേജാണ് അവരിടുന്നതെന്നോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികൾ ആരാണെന്നോ അവരോട് ചോദിച്ചിട്ട് നമുക്കതിനുള്ള വിവരം കിട്ടുന്നില്ല. ഇതിന്റെ വിശദ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി ബ്ലാക്ക് എനർജി ഇപ്പോൾ നമ്മോട് ചേരുന്നു. പറയൂ ബ്ലാക്ക് എനർജി, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം മിസ്റ്റർ ബെൻഹൂർ, കേൾക്കാം, വളരെ വ്യക്തമായിട്ട് തന്നെ കേൾക്കാം. പറയൂ ബ്ലാക്ക് എനർജി, ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ബെൻഹൂർ, സ്റ്റാർസ് ഓഫ് കേരളയിലെ ജനങ്ങളെ വളരെ പ്രലോഭിതമാക്കുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാറ്റസ് മെസ്സേജ് എന്ന സംഭവം. ഇത് റൂമിലെ പല പ്രമുഖ ഐഡികളുടെ സ്റ്റാറ്റസ് മെസ്സേജിൽ കാണുന്നതാണ് ജനങ്ങൾക്ക് വളരെ പ്രയാസകരമാകുന്നത്. ഞാൻ ആകാശത്തിലെ ഒരു പറവയായിരുന്നെങ്കിൽ പറന്നു വന്ന് നിന്നെ ഞാൻ കൊത്തിത്തിന്നേനെ. കടൽ വെള്ളത്തിലെ ഉപ്പ് എന്നില്ലാതാകുന്നുവോ അന്ന് ഞാൻ നിന്നെ മറക്കാം. നീ ഇടുന്ന കളുസ ഞാനായിരുന്നെങ്കിൽ ഞാൻ അത്ര സന്തോഷിച്ചേനെ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മെസ്സേജുകൾ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇത് ആരെക്കുറിച്ചാണോ, ഇതിന്റെ അർത്ഥം എന്താണെന്നോ അവർക്ക് വ്യക്തമാകുന്നില്ല. കുരങ്ങന്റെ കയ്യിൽ തീരുമാനം കിട്ടിയതുപോലെയാണ് അവർ സ്റ്റാറ്റസ് മെസ്സേജ് അവർ ഉപയോഗിക്കൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമാക്കാതെ പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. റൂം ക്ലോസ് ചെയ്യാൻ പോലും റൂമിലെ പ്രമുഖ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. വളരെയധികം നന്ദി മിസ്റ്റർ ബ്ലാക്ക് എനർജി, ഇത്രയും വിവരങ്ങൾ ന്യൂസ് അവറുമായി ചർച്ച ചെയ്തതിൽ. ഇനിയും റിപ്പോർട്ടുകൾക്ക് ആയി ഞാൻ താങ്കളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. വളരെയധികം നന്ദി. താങ്ക് യു. ഹസി 96ന്റെ കവിത റൂമുകളിൽ പുരോഗമിക്കുന്നു. 3-4 വരികളിൽ കവിത ചുരുക്കുന്നു എന്ന പരാതിയും പ്രതിഷേധ റാലിയും. മാനുഷാദ അരുത് കാട്ടാള എന്ന മുദ്രാവാക്യമാണ് പ്രതിഷേധ റാലിക്കാർ കൂടുതലും എടുത്തു പറയുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രതിനിധി ഈ പ്രതിഷേധ റാലിക്കിടയിൽ നിന്നും നമ്മുടെ പ്രതിനിധി നമ്മോടൊപ്പം ചേരുന്നു. മൈലാഞ്ചി 1 2 3, ഞാൻ പറയുന്നത് കേൾക്കാമോ? മൈലാഞ്ചി 1 2 3. മിസ്റ്റർ ബെൻഹൂർ, താങ്കൾ പറയുന്നത് എനിക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിഷേധ യോഗത്തിന് നടുവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ പരാമർശിക്കപ്പെട്ട ഹസി എന്ന വ്യക്തിയുടെ കവിതകളെ കുറിച്ചുള്ള ആക്ഷേപമാണ് ഒരു കൂട്ടം ശ്രോതാക്കൾ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കവിത ആസ്വദിക്കാൻ ആഗ്രഹമായി റൂമിലെത്തുന്ന ഞങ്ങളെപ്പോലുള്ള ശ്രോതാക്കളുടെ ആസ്വാദന ശേഷി നശിപ്പിക്കുന്ന വിധത്തിലേക്ക് ഹസിയുടെ കവിതകൾ 4 വരികളിലേക്ക് ഒതുങ്ങുന്നു എന്ന ആക്ഷേപം ഇവരോട് ഉന്നയിക്കുകയാണ്. അതിനെതിരെ ഒരു പരാമർശം എന്ന നിലയിൽ ഹസി പറഞ്ഞത് ഞാൻ 4 വരികളിലൂടെ ലോകം വരച്ചു കാട്ടുന്നു എന്നാണ്. അതിലും അവർ മറുപടി പറയുന്നുണ്ട്. ഹസിയുടെ കവിതകളിലൂടെ കണ്ണുപിടിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്ന ഏതാനും വാക്കുകളാണ്. ഒരു വരയും കുറിയും ഒന്നും അതിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് കാരണം ഇത് ഒരു കവിത എന്ന നിലയിൽ ഞങ്ങൾക്ക് വിലയിരുത്താൻ നിർവാഹമില്ല എന്നും അവർ പറയുകയാണ്. അതുകൊണ്ട് ഹസി എന്ന കവി എന്ന പരിവേഷത്തിൽ റൂമിലെത്തുന്ന ഹസിയെ ഒരു കവി എന്ന നിലയിൽ ആക്ഷേപിക്കാൻ പോലും അവർ മുതിരുകയാണ്. എങ്കിലും ഇതിനെതിരെ കവികൾ പ്രതിഷേധിച്ചാലോ എന്ന് കരുതി ആ ദിനത്തിൽ നിന്ന് അവർ പിന്തിരിയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം പറയാതെ നിവർത്തിയില്ല എന്നാണ് അവർ പറയുന്നത്. കവിതാസ്വാദന ശേഷിയെ പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിൽ കവിതകൾ രചിക്കുന്ന ഹസിയോട് അവർക്ക് പറയാനുള്ളത് താങ്കളുടെ കവിതകൾ മഹാബോറാണ് എന്നാണ്. മിസ്റ്റർ ബെൻഹൂർ, ഈ കവിതയുടെ പ്രതിഷേധ യോഗത്തിനിടയിൽ നിന്നും വീണ്ടും ഇനിയും പുതിയ തീരുമാനങ്ങൾ നമുക്ക് കേൾക്കാം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നതായിരിക്കാം മിസ്റ്റർ ബെൻഹൂറിലേക്ക്. വളരെയധികം നന്ദി മൈലാഞ്ചി 1 2 3, ഇത്രയും ഒരു ത്യാഗം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ റാലിക്കിടയിൽ നിന്നും താങ്കൾ ഇത്രയും വാർത്തകൾ ഇവിടെ തന്നതിന്. ഒരു കാര്യം മൈലാഞ്ചി 1 2 3 പ്രത്യേകം ഓർക്കണം. പ്രതിഷേധ റാലിക്കാരുടെ അടിയേറ്റോ ചവിട്ടേറ്റോ ക്യാമറക്കോ മൈക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തെ സാലറി ശമ്പളം താങ്കൾക്ക് കിട്ടുന്നില്ല എന്ന് ഇവിടുന്ന് മാനേജർ ഇപ്പോൾ പറയുകയുണ്ടായി. ആ കാര്യം പ്രത്യേകം ഓർക്കണമെന്നും ഞാൻ ഈ വേളയിൽ താങ്കളോട് ഓർമ്മിപ്പിക്കുകയാണ് മൈലാഞ്ചി. താങ്ക് യു.
മറിച്ചിട്ടും രാജാത്തിയെ വിളിച്ചും ഗസാൽ സംഗീത പ്രയാണം തുടരുന്നു. പാട്ടുകളിലെ ഫീമെയിൽസ് പേരുകൾക്ക് മാറ്റം വരുത്തി സാജിദ എന്ന പേര് ഒരുപാട് വട്ടം ഓളിയിട്ട് പാടുന്നു. സ്ഥിരം റൂമിൽ വരുന്ന മറ്റു കിളികൾ പരാതിയുമായി കളക്ടറേറ്റിലേക്ക് ഞങ്ങളുടെ പേര് വിളിച്ചു പാടുന്നില്ല എന്ന പരാതിയും. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രതിനിധി NG സിംഗേഴ്സ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. NG, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. പറയൂ, എന്താണ് വിശദാംശങ്ങൾ? ബാംഗ്ലൂർ ശരിയാണ്. ബേസിൽ എപ്പോഴും ആദ്യമായി നമ്മുടെ സ്റ്റാർസ് ഓഫ് കേരളയുടെ റൂമിലേക്ക് വന്നാൽ തന്നെ ആദ്യം പാടുന്ന പാട്ട് റെങ്കി മറിയുന്നോളെ എന്ന ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ കേട്ടാൽ മൈക്കിൽ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉടൻ തന്നെ അവരുടെ ഹാൻഡുകൾ താഴ്ത്തി കാണാറാണ് പതിവ്. അതിന്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മറ്റേടിയർക്ക് ഭയമുള്ളത് കാരണമാണ് കൈകൾ താഴ്ത്തുക മനസ്സിലായി. ബസാലിനോടൊപ്പം ഈ ഗാനം ആലപിക്കാൻ സ്ഥിരം 3-4 പേര് അദ്ദേഹം റൂമിൽ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് അവസാനം ലങ്കി മറിച്ചിട്ട് റൈസ് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള ഐഡികളുടെ മുകളിലേക്ക് ലങ്കി മറിഞ്ഞ് വീണാലോ എന്ന് അവർ ഭയക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ലങ്കി എന്ന ഗാനം പാടുന്നില്ല എങ്കിൽ സുവർണ, ഷാമിന, സജിന എന്ന പേരുകൾക്ക് മാറ്റം വരുത്തി സാജിദ എന്ന പേര് ഒരുപാട് വട്ടം അദ്ദേഹം ഓളയിട്ട് റൂമിൽ പാടുന്നുണ്ട്. റൂമിലിരിക്കുന്ന മറ്റു സ്ത്രീകൾക്ക് ആ പേര് കേൾക്കുമ്പോൾ അരോചകമായി തോന്നുന്നു. കാരണം ഒരുപാട് കാലമായി റൂമിലിരിക്കുന്ന പല സ്ത്രീകളുടെയും പേരുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. അതുകൊണ്ടാണ് കിളികളെല്ലാം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. നമ്മുടെ റൂമിൽ സ്ഥിരം വന്നിരിക്കുന്ന സുമിതയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. സുമിതയുടെ വാക്കുകളിലേക്ക്. പ്രതികരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 2013 ജൂൺ അവസാനം മുതൽ ഞാൻ സ്റ്റാർസ് ഓഫ് കേരളയിൽ വരാൻ തുടങ്ങിയതാണ്. അന്നു മുതൽ ഞാൻ കേൾക്കുന്നതാണ് ബസലിന്റെ ഈ ഗാനങ്ങൾ. എന്തിനാണ് അദ്ദേഹം ഇത്രയും കാലം ഈ രാജാത്തിയെ വിളിച്ചു പോകുന്നത്? അതേപോലെ തന്നെ പല പേരുകളിലും മാറ്റം വരുത്തി സാജിദ എന്ന പേരും കൂടുതൽ യൂസ് ചെയ്യുന്നു. ഇത്രയും കാലമായി ഇരിക്കുന്ന ഞങ്ങളെക്കുറിച്ചോ ഞങ്ങളുടെ പേരോ അദ്ദേഹം പാട്ടുകളിൽ പെടുത്തുന്നില്ല. അതിന്റെ ദോഷം ഞങ്ങളുടെ മനസ്സിലുണ്ട്. എന്നെപ്പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ പ്രശ്നത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഞങ്ങൾ കളക്ടറേറ്റിലേക്ക് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. പലപ്പോഴും ബേസൽ ലങ്കി മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പാടുന്ന സമയത്ത് ഫീമെയിൽസിൽ ആരും മൈക്കിൽ വരാത്തത്. എങ്ങാനും ആ ലങ്കി വീണ് കഴിഞ്ഞാൽ ഫീമെയിൽസ് മൈക്കിൽ കാത്തിരിക്കുന്ന ഫീമെയിൽസിന് അവസ്ഥ എന്താകും? ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്നത്. സമരം ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. വളരെയധികം നന്ദി സുമിത, ഞങ്ങളുമായി സഹകരിച്ചതിന്. താങ്കളോട് ഇതുമായിട്ട് സഹകരിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ അറിയിച്ചപ്പോൾ താങ്കൾ പ്രത്യേകം പറയുകയും ചെയ്തു, 1 മണിക്കൂറെങ്കിലും സമയം എനിക്ക് വേണം ഇത് പറയുന്നതിന് വേണ്ടിയിട്ട്. കാരണം എനിക്കത് എഴുതിയിട്ട് നോക്കിയിട്ട് പറയാൻ എനിക്ക് പറ്റുള്ളൂ എന്നാണ് സുമിത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. അതുപോലെ തന്നെ സുമിത ചെയ്തു. ഇത് വളരെ സുന്ദരമായ രീതിയിൽ എഴുതി വെച്ച പോലെ തന്നെയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ സുമിത പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു വെരി മച്ച് സുമിത. താങ്ക് യു. റൂമിൽ അനങ്ങാതിരുന്ന മാസ്റ്റർ മൈൻഡിന്റെ തലക്കടിച്ച് കേസ് ബാധിച്ചിരുന്ന വക്കീൽ അഡ്വക്കേറ്റ് ജോർജിയൊക്കെ കാലുമാറിയതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. അദ്ദേഹം കാലുമാറി പ്രതിഭാഗത്ത് ചേർന്നിരിക്കുന്നു. ചിറ്റാറ്റിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൊല്ലുമെന്നുള്ള ഭീഷണി മാസ്റ്റർ മൈൻഡ് മുഴക്കിയിരിക്കുന്നു. ഇതിന്റെ വിശദവിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി മുത്തുമണി 963 ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുന്നു. ഇതിന്റെ വിശദവിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ മുത്തുമണി 963 ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. മുത്തുമണി, ഞാൻ പറയുന്നത് കേൾക്കാമോ? മുത്തുമണി കേൾക്കാം. പറയൂ, എന്താണ് വിശദാംശങ്ങൾ?
ബൻഹൂർ ബൈലക്സിനെയും അതുപോലെ തന്നെ സ്റ്റാർസ് ഓഫ് കേരളയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. റൂമുകളിൽ അനങ്ങാതിരുന്ന മാസ്റ്റർ മൈൻഡ് തലയിൽ അതിദാരുണമായി മർദ്ദിച്ച സംഭവം. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം ഏത് വിധേനയും ചിറ്റ്ചാറ്റിന്റെ നിയമസാധ്യതകൾ വെച്ച് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് വാദിച്ച യുവർജയ്ക്ക് ഇപ്പോൾ കാലുമാറിയിരിക്കുകയാണ് മിസ്റ്റർ ബൻഹൂർ. കാരണം അദ്ദേഹത്തെ ചിറ്റ്ചാറ്റിനെ ഇപ്പോൾ ജാമ്യത്തിലിറക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം പ്രതിഫലത്തിന്റെ തർക്കമാണ് ഇതിൽ നടന്നിരിക്കുന്നത്. 4 രൂപ 75 പൈസയാണ് മാസ്റ്റർ മൈൻഡിനോട് JK ആവശ്യപ്പെട്ടത്. പക്ഷെ 3 രൂപ മാത്രമാണ് മാസ്റ്റർ മൈൻഡ് കൊടുത്തത്. 1 രൂപ 75 പൈസ തരാൻ മനസ്സില്ല എന്നാണ് മാസ്റ്റർ മൈൻഡ് പറഞ്ഞത്. അതിന്റെ പേരിൽ ഇപ്പോൾ ഏത് വിധേനയും ചിറ്റ്ചാറ്റിനെ ജാമ്യത്തിൽ ഇറക്കും എന്നാണ് ഇപ്പോൾ JK പറയുന്നത്. കാരണം മുൻപ് തന്നെ ചിറ്റ്ചാറ്റ് പറയുകയുണ്ടായി, ഞാൻ ഇനിയും മാസ്റ്റർ മൈൻഡിനെ മർദ്ദിക്കും എന്ന ഒറ്റ കാരണം കൊണ്ടായിരിക്കാം ഏത് വിധേനയും JK അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കും എന്ന് പിടിവാശി പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരിൽ ഇപ്പോൾ മാസ്റ്റർ മൈൻഡ് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: ചിറ്റ്ചാറ്റ് ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ചിറ്റ്ചാറ്റിനെയും അഡ്വക്കേറ്റ് യുവർജയ്ക്കെയും തട്ടിക്കായുമെന്ന വധഭീഷണിയാണ് ഇപ്പോൾ മാസ്റ്റർ മൈൻഡ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് മിസ്റ്റർ ബൻഹൂർ. വളരെയധികം നന്ദി മിസ്റ്റർ മുത്തുമണി. ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് വളരെയധികം നന്ദി. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. NG സിംഗേഴ്സ് ബ്ലാക്ക് എനർജി മുത്തുമണി തൊണ്ടപൊട്ടി പാട്ട് പാടുന്നു. എത്ര പാടിയിട്ടും കിളികളെ കിട്ടാനില്ലെന്ന് പരാതി. അങ്ങോട്ട് PM കൊടുത്ത് കിളികളെ വേണ്ട എന്ന് 3 പേരും. വെറുതെ തൊണ്ടപൊട്ടി പാട്ട് പാടിയാൽ പോരാ, കിളികളോട് PM എരന്ന് ചോദിക്കണമെന്ന് കുപ്പിപ്പാട്ടയുടെ മറുപടി. ഇതിനെതിരെ സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ NG സിംഗേഴ്സും ബ്ലാക്ക് എനർജിയും മുത്തുമണിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുവെങ്കിലും ഞങ്ങൾക്ക് 3 പേരെയും കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇതിനെതിരെ എന്തെങ്കിലും വാർത്തകൾ പറയുകയാണെങ്കിൽ കുപ്പിപ്പാട്ട പറക്കുന്ന കുപ്പി പൊട്ടിച്ച് വയറ്റിൽ കയറ്റുമെന്നാണ് കുപ്പിപ്പാട്ട ഇവർക്ക് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഫലമായി ഞങ്ങൾക്ക് ഇതിന്റെ വിശദവിവരങ്ങൾ ഞങ്ങൾക്ക് തരാൻ കഴിയില്ല. കാരണം ഇവരെല്ലാവരും NG സിംഗേഴ്സും ബ്ലാക്ക് എനർജിയും മുത്തുമണിയും ഇതിന്റെ പേരിൽ പാമ്പായി നടക്കുകയാണ്. ഈ 3 പേരും ഇവർക്ക് എരന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ഈ ഒരു വേളയിൽ കുപ്പിപ്പാട്ട ഇറക്കുന്നത് പോലെ കുപ്പിപ്പാട്ട വീടുകളിൽ പോയി എരന്ന് ചോദിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ല. കിളികൾ മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് PM തന്നാൽ മതി എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനെതിരെ ആരും തന്നെ ഒരു റിപ്പോർട്ടറും ഇതിനു വേണ്ടിയിട്ട് കുപ്പിപ്പാട്ടയുമായി ബന്ധപ്പെടാനോ ഈ NG സിംഗേഴ്സ് ബ്ലാക്ക് എനർജി മുത്തുമണി ഇവരുമായി ബന്ധപ്പെടാനോ ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ഭയക്കുന്നു ഇവരെ. അതുകൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം. കളർ ഐഡിയാക്കിയതിനെ തുടർന്ന് മനോജ് കാലിക്കറ്റ് റൂമുകളിൽ പാട്ടുകൾ അവസാനിപ്പിക്കുന്നു. റൂമിൽ വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാനില്ലെന്ന് മനോജിന്റെ പരാതി. പ്രൈവറ്റ് റൂമിൽ പോയിരുന്ന് മനോജ് കാലിക്കറ്റ് കിളികൾക്ക് പാട്ടുപാടി കൊടുക്കുന്നുവെന്ന് കള്ളൻ പവിത്രനും NG സിംഗേഴ്സും ഒരേ സ്വരത്തിൽ. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി എറണാകുളം സ്റ്റുഡിയോയിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. പ്രീതി, ഞാൻ പറയുന്നത് കേൾക്കാമോ? പ്രീതി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രീതി, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം മിസ്റ്റർ ബൻഹാർ, കേൾക്കുന്നുണ്ട്. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനോജ് കാലിക്കറ്റ് അദ്ദേഹത്തിന്റെ ID കളറാക്കി മാറ്റിയിരിക്കുന്നു. ബ്ലൂ കളറാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് എരഞ്ഞിട്ടാണ് അത് നേടിയതെന്നാണ് അറിയുന്നത്. കളർ ID കിട്ടിയതിനു ശേഷം മനോജ് കാലിക്കറ്റിനെ നമ്മുടെ റൂമിൽ കാണാൻ കഴിയുന്നില്ല എന്ന് ചില വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് റൂമിൽ വരാത്തതെന്നും അറിയുന്നില്ല. മുൻപ് 2-3 പാട്ടുകൾ പാടി ബോറടിപ്പിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ പാടുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം പാടാത്തതെന്നും അറിയാൻ കഴിയുന്നില്ല. പിന്നീട് കള്ളൻ പവിത്രന്റെയും NG സിംഗറിന്റെയും റിപ്പോർട്ടിൽ അദ്ദേഹം മറ്റു ചില റൂമുകളിൽ ഇരിക്കുന്നതായി കാണുന്നുണ്ട്. സ്കൈപ്പിന്റെ തീരങ്ങളിലും പ്രൈവറ്റ് റൂമുകളിലുമാണ് അദ്ദേഹം ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. 2-3 പെൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ കൂടുതലായിട്ട് ഉള്ള റൂമുകളിലാണ് അദ്ദേഹം ഇരിക്കാറുള്ളതും പാടാറുള്ളതെന്നുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അദ്ദേഹം നമ്മുടെ റൂമിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി പ്രീതി. ഇത്രയും വിവരങ്ങൾ ന്യൂസ് അവറുമായി പങ്കുവച്ചതിൽ വളരെയധികം നന്ദി. അലക്സിന് വേണ്ടി ക്യാമറാമാൻ സ്മാർട്ടിനൊപ്പം പ്രീതി.
അഖില കേരള ചാക്കുചാട്ടം ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പങ്കെടുത്ത് സുമിത ചാക്കുമായി കടന്നു കളഞ്ഞിരിക്കുന്നു. ചാക്ക് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ സുമിതയുടെ കോച്ചായ മൈലാഞ്ചിയുടെ കൈകളുണ്ടെന്ന് ചാമ്പ്യൻഷിപ്പ് മെമ്പർമാർ പറയുന്നു. വെണ്ണീറിട്ട് വെക്കാനാണ് മൈലാഞ്ചി ആവശ്യപ്പെട്ടത് ചാക്ക് എന്നും പറയുന്നു. ഇതിന്റെ വിശദവിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രതിനിധി മുത്തുമണി 963 ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. മുത്തുമണി, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ കേൾക്കാം മിസ്റ്റർ പറഞ്ഞു, കേൾക്കാം. പറയൂ മുത്തുമണി, എന്താണ് വിശദ വിവരങ്ങൾ? ഒന്ന് വ്യക്തമാക്കൂ പ്ലീസ്. ജൻഹൂർ ഏതാനും നാളുകൾക്ക് മുമ്പ് ബൈലക്സിനെയും സ്റ്റാർസ് ഓഫ് കേരളയും ഒരുപോലെ കരയിച്ച ഒരു സംഭവം ആണ് നടന്നത്. സുനിത കവിതകളിൽ അവസാനിപ്പിച്ച് സ്പോർട്സിലേക്ക് തിരിഞ്ഞു എന്നൊരു വാർത്ത നമ്മുടെ ന്യൂസിൽ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. എന്തു തന്നെയായിരുന്നാലും ആ ഒരു തീരുമാനം കൊണ്ട് കേരളത്തിന് ഒരുപാട് ട്രോഫികൾ സമ്പാദിക്കാൻ സുനിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന അഖില കേരള കസേരകളി മത്സരത്തിൽ കസേരയിൽ നിന്ന് തെന്നി വീഴുകയും കാലിന് അതിദാരുണമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സുനിതയ്ക്ക്. ആ പരിക്ക് പോലും അവഗണിച്ചാണ് സുനിത 2 ദിവസം മുമ്പ് നടന്ന അഖില കേരള ചാക്കുചാട്ടം മത്സരത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം ആ വേദന പോലും അവഗണിച്ച് ചാക്കുചാട്ട മത്സരത്തിൽ വിന്നറാവുകയും അതിനുശേഷം വിന്നറായിട്ടും ഫിനിഷിംഗ് പോയിന്റ് കടന്നിട്ടും അദ്ദേഹം സുനിത ചാക്കുചാട്ടം അവസാനിപ്പിക്കാതെ തുള്ളി അപ്രതീക്ഷിതമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മിസ്റ്റർ ബെൻസൺ, തുള്ളി അപ്രതീക്ഷിതമായി എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് കിട്ടിയിട്ടും അവരെന്തുകൊണ്ടാണ് ആ തുള്ളൽ അവസാനിപ്പിക്കാതിരുന്നത്? അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാമോ? മിസ്റ്റർ ബെൻസോ, അത് ഇപ്പോൾ നമുക്ക് കിട്ടിയ വാർത്ത എന്ന് പറയുകയാണെങ്കിൽ ഈ ചാക്കുചാട്ടത്തിന് കൊടുത്ത ചാക്ക് അവരുടെ സുമിതയുടെ കോച്ചായ മൈലാഞ്ചി കണ്ട് ഇഷ്ടപ്പെടുകയും ആ ചാക്ക് തന്റെ വീട്ടിലെ വെണ്ണീറിട്ട് വെക്കാൻ വേണ്ടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സുമിതയോട് പറയുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിൽ കോച്ചിന്റെ സംതൃപ്തി കിട്ടാൻ വേണ്ടി ആ സുമിത ചാക്കുമായി തുള്ളി കടന്നു എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായിരുന്നാലും സുമിതയുടെ കോച്ച് കൂടിയായ മൈലാഞ്ചി ഇപ്പൊ നമ്മൾക്കും ചേരുകയാണ്. മൈലാഞ്ചി, എന്താണ് ഇതിന്റെ നിജസ്ഥിതി ഒന്ന് പറയാം, വിശദീകരിക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര ചാക്കിൽച്ചാട്ട മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള സുമിതയുടെ കോച്ചാണ് ഞാൻ. മത്സരങ്ങളിലേക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ചാക്ക് വളരെ മനോഹരമായ ചാക്കാണ്, നല്ല രസമുണ്ട് എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ എന്റെ വീട്ടിലേക്ക് വെണ്ണീരിടാൻ വേണ്ടി ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ അതുമായി കടന്നു കളഞ്ഞു എന്ന് നിങ്ങളുടെ ആരോപണം അടിസ്ഥാനരഹിതവും കഴമ്പില്ലാത്തതുമാണ്. അത് ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. അത് ഞാൻ ശക്തമായി നിഷേധിക്കുന്നു. കാരണം മത്സരത്തിലുടനീളം മുന്നേറിക്കൊണ്ടിരുന്ന സുനിത ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞതിന് ശേഷവും ഈ ചാക്കിൽച്ചാട്ട മത്സരം നിർത്താതെ അതുമായി ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുമായി ചാടി കടന്നുപോയി എന്നാണ് ദൃക്സാക്ഷികൾ അഭിപ്രായപ്പെട്ടത്. അത് തികച്ചും ശ്രദ്ധേയമാണ്. പിറ്റേ ദിവസം പ്രാക്ടീസിനായി എത്തണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ നിമിഷം വരെയും സുമിത തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ സുമിതയുടെ തിരോധാനം അന്വേഷിക്കണം, ഈ സംഭവത്തിന്റെ നിഗൂഢത പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന നിങ്ങൾ മാധ്യമങ്ങളുടെ ഈ നിലപാടിനെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. തികച്ചും അപലപനീയമായ ഒരു പ്രസ്താവനയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി മിസ്റ്റർ മുത്തുമണി. പിന്നെ അതിനോടൊപ്പം തന്നെ സുമിതയുടെ കോച്ചായ മൈലാഞ്ചി ഇത്രയും നേരം ന്യൂസ് അവറുമായി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. വാർത്തകൾ ചുരുക്കത്തിൽ ദ സ്റ്റാർസ് ഓഫ് കേരളയിലെ ജനുവരി 26 റിപ്പബ്ലിക് ദിന പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാ പരിപാടികൾക്കും ജനങ്ങളിൽ നിന്നും നല്ല സ്വീകരണം. സ്റ്റാർസ് ഓഫ് കേരളയിലെ പ്രമുഖ വ്യക്തികളുടെ സ്റ്റാറ്റസ് മെസ്സേജ് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാറ്റസ് മെസ്സേജിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പലരും ഒഴിഞ്ഞു മാറുന്നു. സംഭവത്തിന്റെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സ്റ്റാർസിൽ ഒരു വിഭാഗം കുത്തിരിപ്പ് സമരം തുടരുന്നു. ഹസി 96ന്റെ കവിത റൂമുകളിൽ പുരോഗമിക്കുന്നു. 3-4 വരികളിൽ കവിത ചുരുക്കുന്നു എന്ന പരാതിയും പ്രതിഷേധ റാലിയും കുറച്ച് വരികളിൽ ലോകം വരച്ചു കാട്ടുന്നു എന്ന് ഹസി 96. ഈ നിലക്ക് പോയാൽ ജനങ്ങൾ ഹസി 96നെ നടുറോട്ടിൽ വലിച്ചൊട്ടിക്കുമെന്ന്
ലംഘ്യം മറിച്ചിട്ടും രാജാത്തിയെ വിളിച്ചും ബസാൽ സംഗീത പ്രയാണം തുടരുന്നു. പാട്ടുകളിലെ ഫീമെയിൽസ് പേരുകൾക്ക് മാറ്റം വരുത്തി സാജിദ എന്ന പേര് ഒരുപാട് വട്ടം മൂളിയിട്ട് പാടുന്നു. സ്ഥിരം റൂമിൽ വരുന്ന മറ്റു കിളികൾ പരാതിയുമായി കളക്ടറേറ്റിലേക്ക്. ഞങ്ങളുടെ പേര് വിളിച്ചു പാടുന്നില്ല എന്ന പരാതിയും. റൂമിൽ അനങ്ങാതിരുന്നത് മാസ്റ്റർ മൈൻഡിന്റെ തലക്കടിച്ച് കേസ് വാദിച്ചിരുന്ന വക്കീൽ അഡ്വക്കേറ്റ് യുവർജയ്ക്ക് കാലുമാറി പ്രതിഭാഗത്ത് ചേർന്നിരിക്കുന്നു. കാലുമാറിയത് പറഞ്ഞ ഫീസ് മാസ്റ്റർ മൈൻഡ് കൊടുക്കില്ലെന്ന് പരാതി. ചിറ്റ്ചാറ്റിനെ ജാമ്യത്തിൽ ഇറക്കാൻ യുവർജയ്ക്ക് മുന്നോട്ട്. ജാമ്യം കിട്ടി പുറത്തു വന്നാൽ രണ്ടിനെയും കൊല്ലുമെന്ന് മാസ്റ്റർ മൈൻഡിന്റെ ഭീഷണി. MG സിംഗേഴ്സ് ബ്ലാക്ക് എനർജി മുത്തുമണി തൊണ്ടവട്ടി പാട്ട് പാടുന്നു. എത്ര പാടിയിട്ടും കിളികളെ കിട്ടാനില്ലെന്ന് പരാതി. അങ്ങോട്ട് PM കൊടുത്ത് കിളികളെ വേണ്ട എന്ന് 3 പേരും. വെറുതെ തൊണ്ടപൊട്ടി പാട്ട് പാടിയാൽ പോരാ, കിളികളോട് PM വേറെന്ന് ചോദിക്കണമെന്ന് കുപ്പിപ്പാട്ടയുടെ മറുപടി. കളർ ഐഡിയ ആക്കിയതിനെ തുടർന്ന് മനോജ് കാലിക്കറ്റ് റൂമുകളിൽ പാട്ടുകൾ അവസാനിപ്പിക്കുന്നു. റൂമിൽ വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാനില്ലെന്ന് മനോജിന് പരാതി. പ്രൈവറ്റ് റൂമിൽ പോയിരുന്ന് മനോജ് കാലിക്കറ്റ് കിളികൾക്ക് പാട്ടുപാടി കുടിക്കുന്നു എന്ന് കള്ളൻ പവിത്രനും MG സിംഗേഴ്സും ഒരേ സ്ഥലത്തിൽ. അഖില കേരള ചാക്ക് ചാട്ടം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത സുമിത ചാക്കുമായി കടന്നു കളഞ്ഞു. ചാക്ക് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ സുമിതയുടെ കോച്ച് മൈലാഞ്ചിയുടെ കൈകളുണ്ടെന്ന് ചാമ്പ്യൻഷിപ്പ് മെമ്പർമാർ. വീട്ടിൽ വെണ്ണീർ ഇട്ട് വയ്ക്കാനാണ് ചാക്ക് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് മൈലാഞ്ചി പറഞ്ഞിരുന്നു. ഇതോടുകൂടി ദ സ്റ്റാർസ് ഓഫ് കേരളയുടെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ബെൻഹർ ദുബൈ.